ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങൾ സെറ്റ് പോയിന്റിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇനി ഞങ്ങൾ പോകുന്നത് കല്ലാത്തിഗിരി വാട്ടർഫാൾസിലേക്കാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് കല്ലാത്തിഗിരി വാട്ടർഫാൾസിലേക്കാണ്. അത് പോകുന്ന വഴിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു കോവിലും വാട്ടർഫാൾസും ഒക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോയി നോക്കട്ടെ, അടിപൊളി വാട്ടർഫാൾസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് യൂട്യൂബിലേക്ക്. അപ്പം ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ കല്ലാത്തിഗിരി വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കാണുന്നത്. അതുകൂടാതെ അവിടെ ഒരു കോവിലുണ്ട്, ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇതാ നിങ്ങൾ അങ്ങോട്ട് വാട്ടർഫാൾസ് പോകണമെന്നുണ്ടെങ്കിൽ ഷൂവും ചെരുപ്പൊക്കെ ഇവിടെ ഊരി കേട്ടാം, എന്നിട്ട് അങ്ങോട്ട് കടത്തിവിടുള്ളൂ. ഇതാ ചെരുപ്പിടാതെ നടക്കുകയാണ്. ഞങ്ങളാ വാട്ടർഫാൾസിനായിട്ട് പോവാട്ടാ. ഇത് കോവിലിന്റെ ഭാഗമായതുകൊണ്ടാണ് ചിലപ്പോ ചെരുപ്പിടാതെ അങ്ങോട്ട് പറഞ്ഞയക്കണം കേട്ടാ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇവിടെ കൂടുതലും അമ്പലത്തിൽ വരുന്ന വഴിപാട് കാര്യങ്ങളൊക്കെയാണ് ഈ വാട്ടർഫാൾസിന്റെ ഭാഗത്തായിട്ട് നടത്തുന്നത്. അപ്പൊ അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതുള്ളൂ ഇവിടെ വന്ന സ്ഥിതിക്ക്. ഇത്രയൊക്കെയാണ് ഈ വാട്ടർഫാൾസിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വരുന്നവര് പോകുന്ന വഴിയിലാണ്. തീർച്ചയായിട്ടും 50 രൂപ എൻട്രൻസ് ഫീ ആണ് കാറിനുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഷൂ കൊടുക്കുമ്പോൾ 5 രൂപ കൊടുക്കണം. ചിക്കമംഗളൂർക്ക് വരുന്നവരാണെങ്കിൽ സെറ്റ് പോയിന്റിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കല്ലാത്തിഗിരി വാട്ടർഫാൾസ് കയറാം. അങ്ങനെ ഞാനും ഫ്രണ്ട്സും ഇതാ കല്ലാത്തിഗിരി വാട്ടർഫാൾസിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നല്ല വിശപ്പുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും നല്ല ഫുഡ് കിട്ടാണ്, അവിടുന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കണം. അങ്ങനെ ഇതാ ഞങ്ങള് എന്താ പറയാ, സെറ്റ് പോയിന്റിൽ നിന്നും ഞാൻ പറഞ്ഞ ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നല്ല വിശപ്പുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 2:30-3 മണിയായിട്ടുണ്ട്. ഈ കാണുന്ന റെസ്റ്റോറന്റ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഭൈരവ എന്ന് പറഞ്ഞ. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇനി കുറച്ച് ദൂരം പോകാനുണ്ട് ചിക്കമംഗളൂർക്ക്. ഏതായാലും 65 കിലോമീറ്റർ 67 കിലോമീറ്റർ ഉണ്ട്. ഒരുപാട് ടൈം ആവും. അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ ഈ കാണുന്ന റെസ്റ്റോറന്റ് ആട്ടോ. ഇവിടെ കൂടുതൽ വേറെ റെസ്റ്റോറന്റ് ഒന്നുമില്ല. ഇവിടെ കാണുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് നന്നായി തോന്നിയത് ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കയറിയത്. ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാണ്. എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ, വേണം വേറെ ഡെസ്റ്റിനേഷൻസിൽ പോവാനേ. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ട്സും ഭൈരവ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങി. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ ഭൈരവ റെസ്റ്റോറന്റിൽ. ഞങ്ങൾ ഭൈരവ റെസ്റ്റോറന്റിൽ നിന്നും കഴിച്ചത് നല്ല ചൂടുള്ള പൊറാട്ടയും വൈറ്റ് റൈസും അതിലേക്ക് ദാൽ കറിയും പിന്നെ ചിക്കനും ബീഫും അതുകൂടാതെ വെജിറ്റബിൾ കറിയൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റീസണബിൾ പ്രൈസും ആയിരുന്നു കേട്ടോ. സെറ്റ് പോയിന്റും തിരിച്ചു വരുന്നവർക്ക് ഈ ഭൈരവ റെസ്റ്റോറന്റ് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ.